നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കെ ലോക കേരള സഭയ്ക്കായി സർക്കാർ 2 കോടി രൂപ അനുവദിച്ചു. ലോക കേരള സഭ ധൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് സഭയുടെ 4ാം സമ്മേളനത്തിനായി സർക്കാർ 2 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ 182 പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. എംഎൽഎമാരും സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാരും ഉൾപ്പെടെ ആകെ 351 അംഗങ്ങളാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കുക. അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനും 40 ലക്ഷം രൂപയാണ് ചെലവാവുക. പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം രൂപ വേണം. പന്തൽ കെട്ടാനും ഇരിപ്പിടം ഒരുക്കാനും 35 ലക്ഷം, അംഗങ്ങളുടെ താമസത്തിന് 25 ലക്ഷം, ഭക്ഷണത്തിന് 10 ലക്ഷം. യാത്രയ്ക്കുള്ള പണം ആവശ്യമുള്ളവർക്കായി നീക്കിയിരിപ്പ് 5 ലക്ഷം, അടിയന്തര ആവശ്യങ്ങൾക്ക് 13 ലക്ഷം. സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായി 50 ലക്ഷം, വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി 8 ലക്ഷം, ഓഫീസ് നടത്തിപ്പിനും മറ്റ് ചെലവുകൾക്കുമായി 19 ലക്ഷം എന്നിങ്ങനെയാണ് ലോക കേരള സഭയുടെ 4ാം പതിപ്പിനുള്ള ചെലവുകൾ കണക്കാക്കിയിരിക്കുന്നത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ജൂൺ 5 മുതൽ 7 വരെ ആണ് 4ാമത് ലോക കേരള സഭ സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിനിധികളാകാൻ മാർച്ച് 31-നകം അപേക്ഷിക്കേണ്ടിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും സർക്കാർ ഒരുക്കും. ലോക കേരള സഭയിൽ പ്രവാസികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനത്തിനിടെയാണ് 4ാം ലോക കേരള സഭ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ലോക കേരള സഭയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും സംഘവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നടത്തിയ മേഖലാ സമ്മേളനങ്ങളും വിവാദമായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമേരിക്കയിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് തുക പിരിച്ചതും വിവാദമായിരുന്നു. മേഖലാ സമ്മേളനത്തിന് 5.34 കോടി രൂപയാണ് സംഘാടക സമിതിക്ക് ചെലവ് വന്നത്. പിന്നാലെ സൗദി മേഖലാ സമ്മേളനം നിശ്ചയിച്ചെങ്കിലും കേന്ദ്രം യാത്രാനുമതി നൽകാത്തതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകളൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് സർക്കാർ തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു. ചെലവ് സംഘാടക സമിതിയാണ് വഹിക്കുന്നത് എന്നതാണ് കാരണമായി പറഞ്ഞത്. അതേസമയം തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക കേരള സഭയുടെ ചെലവ് വഹിക്കുന്നത് പൂർണ്ണമായി സർക്കാരാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് ആകെ 2.5 കോടി രൂപയാണ് പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കോടികൾ മുടക്കി ലോക കേരള സഭ നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. 1 മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 900 കോടി രൂപ വേണം. എവിടെ ഈ പണം എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഇതിനൊപ്പം പെൻഷൻ പ്രതിസന്ധി കൂടി വന്നതോടെ സർക്കാർ വെട്ടിലായി. പക്ഷേ ലോക കേരള സഭയ്ക്ക് കോടികൾ മുടക്കാൻ ഒരു മടിയും സർക്കാരിന് ഇല്ല എന്നാണ് പരാതി. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തിയത്. സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം. പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്തു ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 25,000-ഓളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുക. ഇതിൽ 20,000-ന് അടുത്ത ആളുകൾ വിരമിക്കുന്നത് ഈ മാസമാണ്. ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട്. 20,000 പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് 8,000 കോടിയെങ്കിലും വേണം. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടരുന്നത്. പെൻഷൻ പ്രായം 60 ആക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകും എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും. അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം 58 ആക്കാനും ആലോചനയുണ്ട്. സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരം ഒരുക്കാൻ സമയമുണ്ട് എന്നാണ് വിലയിരുത്തൽ. നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെ പ്രമുഖരുടെയും നിലപാട്. ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ലോക കേരള സഭ എന്ന കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കുന്നതിൽ വലിയ വിമർശനമാണ് സർക്കാർ നേരിടേണ്ടി വരിക.